കൊടുക്കുംതോറും ഏറിടുന്ന ഒന്നാണ് അറിവ് എന്ന ഭഗവത്ഗീത വചനത്തിൽ നിന്നും ഈ ദിവസത്തെ വൈജ്ഞാനിക പോരാട്ടത്തിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സ്പോർട് ക്വിസിലേക്ക്. നമസ്കാരം. വിനീസ്, ഷാനി. ഓക്കെ, ഡിപ്ലോമ കഴിഞ്ഞു. ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. നാട്ടിൽ തന്നെയാണ്. ഇവിടെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ ആദ്യമായിട്ടാണ് വരുന്നത്? അല്ലല്ല, മുന്നേ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ ഈ കടൽക്കരയും കടൽക്കാറ്റും ഒക്കെ? ആദ്യമായിട്ട് വരുന്നതാണ്. ഓക്കെ, ഞങ്ങൾ വരുന്നത് സ്പോർട് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്നാണ്. സ്പോർട് ക്വിസ് ആണ്. 3 ലളിതമായ ചോദ്യങ്ങൾ ചോദിക്കും. അതിലെ 3 ചോദ്യങ്ങൾക്കും ശരിയുത്തരം പറയുകയാണെങ്കിൽ ചാനലിന്റെ നല്ലൊരു സമ്മാനമുണ്ട്. തുടങ്ങാം. നമുക്ക് ടെൻഷനൊന്നും വേണ്ട, നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. കേരളത്തിൽ അവസാനമായിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം, കേരളത്തിൽ ഇപ്പോൾ അവസാനമായിട്ട് എവിടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്? അൻവറൊക്കെ മത്സരിച്ച മണ്ഡലത്തെ കുറിച്ചാണ് ചോദ്യം. പറഞ്ഞു. നിലമ്പൂർ ശരിയായ ഉത്തരം തന്നെയാണ്. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി ഇതേപോലെ തന്നെ 2 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. അത് 2 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞാൽ നല്ലൊരു സമ്മാനം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. നമ്മളിപ്പോ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാറ്റുണ്ടല്ലോ, ഈ കാറ്റ് ഇപ്പൊ കൊണ്ടുകൊണ്ടിരിക്കുന്ന കാറ്റുണ്ടല്ലോ, ഇത് കടൽക്കാറ്റാണോ അതോ കരക്കാറ്റാണോ? ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റ് കടൽക്കാറ്റാണോ കരക്കാറ്റാണോ? കരക്കാറ്റും ഉണ്ടാവും, കടൽക്കാറ്റും ഉണ്ടാവും. ഇതിലേത് കാറ്റാണിത്? കടൽക്കാറ്റ് ആണോ കരക്കാറ്റാണോ? കടൽക്കാറ്റ്. നമ്മൾ ചെറിയ സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? പകൽ സമയങ്ങളാണ് കടൽക്കാറ്റ് ഉണ്ടാവുക. കടൽക്കാറ്റ് എന്നുള്ള ഉത്തരവും പൂർണ്ണമായിട്ടും ശരിയായ ഉത്തരം തന്നെയാണ്. ഇപ്പൊ 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞു അല്ലെ? ഇന്നേസിന് ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നു അല്ലെ? സമ്മാനം കൊണ്ടുപോകും എന്നുള്ളൊരു കോൺഫിഡൻസ്. പരിചയപ്പെടാനും പറ്റി അല്ലെ? അങ്ങനെ യുനൈസിന്റെ മുഖം ഒരുപാട് അറിവ് എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അല്ലെ? നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുക, എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുക. ഇങ്ങനെയാണ് അറിവ് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഞാൻ സമ്മാനത്തിന് വേണ്ടിയുള്ള ചോദ്യമല്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? വ്യക്തിയോടാണോ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു സിനിമ ഫീൽഡാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പോർട്സ് ഐറ്റം ആണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാം നമ്മൾ ആസ്വദിക്കും. എല്ലാം ആസ്വദിക്കും. ഞാൻ സ്ഥലം ചോദിക്കാൻ വിട്ടു. എവിടെയാ സ്ഥലം? എവിടെയായിരുന്നു? മയ്യില് നിന്ന് ഇവിടത്തേക്ക് വന്നതാണല്ലേ? ഇവിടെ അടുത്ത് ബന്ധുവീടുണ്ടോ? ഇല്ല, കണ്ണൂർ ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെയൊക്കെ വന്നതാണ്. ഓക്കെ. ഇപ്പം പഠിക്കാൻ എങ്ങനെ ആളും എടുക്കാനാണോ? പഠിക്കാനാ? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ചോദിക്കട്ടെ. 3ാമത്തെ ചോദ്യം സമ്മാനത്തിന് വേണ്ടിയുള്ള ചോദ്യമാണ്. നല്ലൊരു സമ്മാനമാണ്. ഓക്കെ, ഹു ഈസ് നോൺ ആസ് ദ വാക്കിംഗ് എൻസൈക്ലോപീഡിയ? ആരെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സർവ വിജ്ഞാന കോശം എന്നറിയപ്പെടുന്നത്? സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സർവവിജ്ഞാന കോശം എന്നറിയപ്പെടുന്ന വ്യക്തി. നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്, കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും തോന്നുന്നു. പക്ഷെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് സബ്ജക്റ്റുകളിൽ പ്രാവീണ്യം നേടിയ ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന. ഇല്ല, മരിച്ചു. ഗ്രീക്കുകാരനാണ്. അറിയില്ല. അദ്ദേഹമാണ് ഫാദർ ഓഫ് ബയോളജി, ഫാദർ ഓഫ് സുവോളജി, ഫാദർ ഓഫ് തിയോളജി, ഫാദർ ഓഫ് ഓർണിത്തോളജി, ഫാദർ ഓഫ് പൊളിറ്റിക്സ്, ഫാദർ ഓഫ് ലോജിക് ആൻഡ് സയൻസ്, ഫാദർ ഓഫ് എംബ്രിയോളജി. ഇതിന്റെ ഒക്കെ പിതാവായിട്ടുള്ള ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലായിരുന്നു അതിന്റെ ശരിയായ ഉത്തരം. അരിസ്റ്റോട്ടിലെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു? കേട്ടില്ലേ? സോഷ്യൽ പഠിക്കാനില്ല അല്ലേ? നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ നിന്നും 9ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിൽ നിന്നും 10ാം ക്ലാസ്സിൽ നിന്നൊക്കെ നന്നായിട്ട് പഠിക്കാനുണ്ട് അരിസ്റ്റോട്ടിനെ കുറിച്ച്. സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടില്, അലക്സാണ്ടർ ഒക്കെ പഠിക്കാനുണ്ട്. ഏതായാലും 2 പേരും വളരെ നന്നായിട്ട് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. സ്പോർട് മീഡിയയുടെ ഈ സ്പോർട് ക്വിസിനെ കുറിച്ച് നിങ്ങളുടെ കൂട്ടുകാരോടും നിങ്ങളുടെ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ ബന്ധുക്കളോടും ഒക്കെ പറയണം. നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയണം. ഓക്കെ, താങ്ക് യു.